അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ കഥകളൊക്കെ ഇഷ്ടപ്പെട്ടോ? നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് കഥയുടെ അടുത്ത ഭാഗത്തിലേക്ക് പോകാം ഇൻഷാ അല്ലാഹ്. ഫെബിനയുടെ നമ്പറിൽ നിന്നാണ് മെസ്സേജ് എന്ന് കണ്ടതും ഷാഫിക്ക് ഹൃദയമിടിപ്പ് കൂടുന്നത് പോലെ തോന്നി. മെസ്സേജ് ഓപ്പൺ ചെയ്യണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് മൊബൈലും പിടിച്ചവൻ കുറേ നേരം അങ്ങനെ ഇരുന്നു. പക്ഷേ കൂടുതൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവൾ തനിക്ക് പറ്റാത്ത വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും പ്രഷർ കൂടി അവളെ ഇനിയും വല്ലതും പറഞ്ഞു പോകുമെന്ന് ഭയന്ന് ദീർഘനിശ്വാസം എടുത്ത് ഷാഫി മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇനി എന്തിനാണ് അവൾ എനിക്ക് മെസ്സേജ് അയക്കുന്നത്? എന്തിനാ അവൾക്ക് അതിൻ്റെ ആവശ്യം? എല്ലാം പണ്ടാറടക്കിയതല്ലേ, പിന്നെന്തിനാ അവൾ പിന്നെ എനിക്ക് മെസ്സേജ് അയക്കണേ എന്നൊക്കെ അവൻ ചിന്തിച്ച് മൊബൈൽ എടുത്ത് വാട്സപ്പ് ഓപ്പൺ ചെയ്തു. കൂടുതലൊന്നും ആലോചിക്കാതെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് ബ്ലൂടൂത്ത് ഓഫ് ചെയ്ത് അവൾ അയച്ച മെസ്സേജ് തുറന്നു. അതിൽ കൂടുതലൊന്നും എഴുതിയിട്ടില്ല. അവൾ എഴുതിയത് ഇങ്ങനെയായിരുന്നു: വീട്ടുകാരുടെ വാക്കുകൾ വിശ്വസിച്ച് എൻ്റെ ജീവിതം നശിപ്പിച്ചപ്പോൾ സമാധാനമായില്ലേ? എല്ലാം കഴിഞ്ഞെന്നും ഞങ്ങളെല്ലാം മറക്കൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങളും നിങ്ങളുടെ കുടുംബവും അനുഭവിക്കും. ഇനി ഇതിന് കൂടുതൽ മറുപടി അയക്കണമെന്നില്ല. ഇതായിരുന്നു അവളുടെ മെസ്സേജ്. അത് കണ്ടതും ഷാഫിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. അവൻ ചിന്തിച്ചു, പിന്നെ അവളെ വർത്താനം കേട്ടാൽ എൻ്റെ ജീവിതമല്ലേ ഓളെ നശിപ്പിച്ചത്? ഓളെ ജീവിതം ഞാനാണല്ലോ ഇപ്പോൾ നശിപ്പിച്ചത്. എന്താ ഓളെ മെസ്സേജ്? കണ്ടിട്ട് എന്നെ ഭ്രാന്ത് പിടിക്കുക. പെട്ടെന്ന് വന്ന ദേഷ്യത്തിൽ എന്തൊക്കെയോ പറയാനായി വോയിസ് ബട്ടൺ അമർത്തിയപ്പോഴാണ് മൊഴി ചെല്ലിയ പെണ്ണിനെ പിന്നീട് കാണാൻ പോലും അവസരം ഉണ്ടാകരുതെന്ന ഓർമ്മപ്പെടുത്തൽ ഓർമ്മ വരുന്നത്. അതോടെ ഷാഫിയുടെ മനസ്സ് ശാന്തമായി. അവളോടൊന്നും പറയണ്ട, ഏതായാലും അവൾ ഡൈവേഴ്സ് ചെയ്തില്ലേ, ഇനി അവളും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ, എന്തിനാ വെറുതെ? എന്തെങ്കിലും പറഞ്ഞോട്ടെ, അവൾ അങ്ങനത്തെ ഒരു നശിച്ച പെണ്ണല്ലേ. ആ പെണ്ണിനേറ്റ് ഒരു ബന്ധവും ഇനി വേണ്ട. അവളെ ആലോചിക്കുമ്പോൾ തന്നെ ഭ്രാന്ത് പിടിക്കുന്നു. പിന്നെ അവളോടൊന്നും തിരിച്ചൊന്നും പറയാതെ ആ നമ്പർ ബ്ലോക്ക് ചെയ്ത് മൊബൈൽ അടുത്തുള്ള സോഫയിലേക്ക് വലിച്ചെറിയുന്നു. അത് കണ്ട് പെങ്ങൾ ആബിദ ആ ഭാഗത്തേക്ക് വന്നു. ഈ എന്താ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്? എന്താ ഫോണൊക്കെ എറിയണേ? ഒന്നുമില്ല, വെറുതെ ഞാൻ ഓരോന്ന് ആലോചിച്ചിരുന്നതാണ്. അപ്പോൾ ഫോണൊന്ന് വെറുതെ ഇട്ടതാ, അത് കുറച്ച് സ്പീഡിലായി പോയെന്നുള്ളൂ, വേറൊന്നുമില്ല. അവളോട് സംസാരിക്കുമ്പോഴും നെഞ്ചിടിപ്പ് കുറഞ്ഞു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ളിലുള്ള പിരിമുറുക്കം ആബിദ കാണാതെ പുറത്തേക്ക് നോക്കി അവനിരുന്നു. പിന്നെ ഇനി കഴിഞ്ഞതൊന്നും ഈ ആലോചിക്കണ്ടട്ടോ. 2 ദിവസം കഴിയട്ടെ. ഇക്ക ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം. പിന്നെ ഇനിയിപ്പോൾ പോയി നോക്കല്ലേ? ഞാൻ എവിടേക്കുമില്ല. ഒന്ന് കിട്ടിയ കോലാണ് ഈ കാണേണ്ടത്, ഞാൻ അനുഭവിക്കുന്നത്. എനിക്കിനിയും വയ്യ. അതെങ്ങനെ മോനെ? അതെങ്ങനെ ശരിയാവും? എനിക്കൊരു ജീവിതം വേണ്ടേ? ഒന്നിപ്പോൾ എങ്ങനെ ആയെന്ന് വിചാരിച്ചിട്ട് നീ കെട്ടാതെ ഇരിക്കുക? എൻ്റെ ജീവിതം ഓർത്ത് ആരും ബേജാറാവണ്ട. പെണ്ണ് പോയി നോക്കുമ്പോൾ ആർക്കും ഈ ബേജാറുണ്ടായിരുന്നില്ലല്ലോ. നിങ്ങൾക്കാർക്കും ഒരു പെണ്ണിനെ മര്യാദക്ക് നോക്കാൻ അറിയില്ല, എന്നിട്ടാണ് അടുത്തത് നോക്കാൻ ഒരുങ്ങുന്നത്. സുറുമിത്തെ 2 വട്ടം വേണ്ടെന്ന് പറഞ്ഞിട്ടും ഉമ്മ അവളെന്നെ മതിയെന്ന് പറഞ്ഞ് വാശി പിടിച്ചതല്ലേ. എങ്ങനെയെങ്കിലും എൻ്റെ കല്യാണം നടന്നാൽ മതി എന്നായിരുന്നു ഉമ്മാക്ക്. ഇപ്പോൾ എന്തായി? മോനെ 2ാം കെട്ടുകാരനായി. ആവശ്യമില്ലാതെ ലക്ഷങ്ങളുടെ മഹറാണ് കൊണ്ടുപോയത് അവൾ. ഇനിയും നിങ്ങളെയൊക്കെ വിശ്വസിച്ച് ഞാൻ വീണ്ടും കെട്ടണോ? വേണ്ട, ഇനി ഞാനൊരു ഇതിനില്ല. എനിക്ക് മടുത്തു ഇപ്പോൾ തന്നെ. ആബിദ മറുപടിയൊന്നും പറയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അനുഭവിക്കുന്ന വേദന കണ്ടതും അവൾ പറഞ്ഞു, ഇനി എല്ലാവരും ശ്രദ്ധിക്കും. ധൃതി വേണ്ട, സാവധാനം മതി. നീ ഇങ്ങനെ ടെൻഷൻ ആവില്ല കേട്ടോ, ഞങ്ങൾക്കത് സഹിക്കില്ല. ഷാഫി കൂടുതലൊന്നും പറഞ്ഞില്ല. അന്ന് രാത്രി എല്ലാവരും ഭക്ഷണം കഴിച്ചിരിക്കുമ്പോഴാണ് ഉപ്പ പറഞ്ഞത്, അല്ല ഷാഫി, എന്താ അടുത്ത പരിപാടി? ഉപ്പ, എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? കല്യാണം തന്നെ. എനിക്കിപ്പോൾ ഉപ്പ കല്യാണമൊന്നും വേണ്ട, കുറച്ച് കഴിയട്ടെ. പിന്നെ എന്നാണ് ഈ കെട്ടാൻ കണ്ടുകണത്? ഉമ്മയുടെ ആ ചോദ്യത്തിന് മറുപടിയായി ഷാഫി പറഞ്ഞു, ഈ വിഷയം പറഞ്ഞ് ആരും എൻ്റെ അടുത്തേക്ക് ഇനി വരരുത്, ദയവ് ചെയ്ത്. ഞാനേ അടുത്ത ആഴ്ച തിരിച്ചു പോവാണ്. ഉമ്മ കൂടുതൽ പറയാനായി ഒരുങ്ങിയപ്പോൾ ഷാഫി നോക്കിയ നോട്ടം കണ്ടതും ഉമ്മ കൂടുതലായി ഒന്നും പറഞ്ഞില്ല. ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നത് ഷാഫി അറിയുന്നില്ലായിരുന്നു. വിവാഹബന്ധം വേർപ്പെടുത്തിയ ഒരാണിൻ്റെ അവസ്ഥ നന്നായി അറിയാവുന്നത് കാരണം സജീർ എന്നും ഷാഫി വന്ന് കാണുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു.
മാനസികമായി തയ്യാറാവാതെ വീണ്ടും ഒരു കല്യാണത്തിന് തയ്യാറായാൽ അത് കൂടുതൽ ദോഷം ചെയ്യുമെന്ന് അവൻ പറഞ്ഞതോടെ ഷാഫിക്ക് അല്പം ആശ്വാസം അനുഭവപ്പെട്ടു. പക്ഷേ ഇതിനിടയിൽ ഷാഫി ഫെബിന അയച്ച മെസ്സേജിനെ കുറിച്ച് ആരോടും പറയാതെ പോയത് പോലും അവൻ അറിഞ്ഞിരുന്നില്ല. കൂടുതൽ വൈകാതെ ഷാഫി ഗൾഫിലേക്ക് തിരിച്ചു. പക്ഷേ അവിടെ എത്തിയപ്പോൾ അവന് എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ. ജോലിയിലൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട്. രാത്രി ഭീകരമായ സ്വപ്നങ്ങൾ കാണുക. എന്തൊക്കെയോ ഒരു ഭയങ്കര അസ്വസ്ഥത അനുഭവപ്പെട്ടു. ഫെബിന അയച്ച മെസ്സേജിനെ കുറിച്ച് ആരോടെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നിയിരുന്നെങ്കിലും എപ്പോഴും മറവി പറയാനേക്കാതെ മനസ്സിൽ നിന്നും മായ്ച്ചു കളഞ്ഞിരുന്നു. ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളിലേക്ക് ശ്രദ്ധ വരുന്നത് രാത്രിയിൽ കാണുന്ന ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ പതിവായി കാണുമ്പോഴായിരുന്നു. മറ്റുള്ള പല മാറ്റങ്ങളും സംഭവിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ചിലത് ഷാഫിക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. തൻ്റെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരോട് വളരെ മാന്യമായി പെരുമാറുന്ന ഷാഫി എല്ലാവരോടും കാര്യമില്ലാതെ ചൂടാവുന്ന അവസ്ഥ കണ്ട് എല്ലാവർക്കും അത്ഭുതമായിരുന്നു. ജോലി ചെയ്യുന്നവരുടെ കടങ്ങൾ വീട്ടാൻ സഹായം ചെയ്യുകയും എന്താവശ്യത്തിനും കൂടെ നിൽക്കുകയും അവരുടെയൊക്കെ വീട്ടുകാരോട് ബന്ധം നിലനിർത്തുകയും ചെയ്യുന്ന ഷാഫിയുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റം എല്ലാവർക്കും വിഷമമാണ് ഉണ്ടാക്കിയത്. എല്ലാവരും പറഞ്ഞു, ആ കല്യാണമൊക്കെ എങ്ങനെ ആയതല്ലേ, അതിൻ്റെ ടെൻഷനിലായിരിക്കും ഷാഫി, അതുകൊണ്ടായിരിക്കും അവൻ്റെ സ്വഭാവം ഇങ്ങനെ. അല്ലാതെ അവൻ എന്ത് നല്ലൊരാളായിരുന്നു, നമ്മളോടൊക്കെ നല്ല കമ്പനി അല്ലായിരുന്നോ? ആ ടെൻഷനിലായിരിക്കും, കല്യാണത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയില്ലേ, ആ ടെൻഷനിലായിരിക്കും എല്ലാവരും പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഷാഫിക്ക് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നേരിടുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പതിവായപ്പോൾ ഒരു ദിവസം അവൻ ഉമ്മാനോട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഉമ്മ, എനിക്കെന്തോ സംഭവിക്കുന്നത് പോലെ ഉമ്മ, എനിക്ക് ഉറക്കില്ല, എന്തൊക്കെയോ ഒരു അസ്വസ്ഥത, എന്തൊക്കെ ഉറങ്ങിയാൽ തന്നെ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കാണുന്നു. ആരോടും സംസാരിക്കാൻ തന്നെ താല്പര്യമില്ല, എല്ലാവരോടും ദേഷ്യം, എല്ലാവരോടും ഞാൻ എപ്പോഴും ദേഷ്യപ്പെട്ട് ചൂടാവാണ്. ഒറ്റയ്ക്ക് ഇങ്ങനെ വർത്താനം പറയാൻ തോന്നാം. എനിക്കറിയല്ലോ ഉമ്മ, എനിക്ക് എന്താണ് പറ്റിയത് എന്ന്. മകൻ്റെ വിഷമം കേട്ട് ഉമ്മയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. എങ്കിലും പുറത്തേക്ക് കാണിക്കാതെ ഉമ്മ പറഞ്ഞു, മോനെ, ഞാൻ പറഞ്ഞില്ല എൻ്റെ മോൻ ഇപ്പം തന്നെ പോകണ്ടാന്ന്. എനിക്ക് തിരക്കല്ലായിരുന്നോ? ഈ പ്രശ്നം എന്നൊക്കെ കുറച്ചൊന്ന് മാറി മനസ്സൊന്ന് ശാന്താവണ്ടിരുന്നോ? എന്നിട്ട് എൻ്റെ കുട്ടി പോയാൽ മതിയായിരുന്നു. എനിക്ക് ഉമ്മാൻ്റെ അടുത്ത് തന്നെ നിന്നൂടെയിരുന്നോ? ഉമ്മാൻ്റെ കുട്ടി ഇങ്ങോട്ട് പോരെ, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. വിഷമം വരുന്ന സമയത്ത് ഒറ്റയ്ക്ക് നിന്നാലേ ഇബ്ലീസ് നമ്മളെ ചതിക്കും. എല്ലാം ശരിയാവും, ഉമ്മാൻ്റെ ദുആ എപ്പോഴും ഉണ്ടാവും. ഉമ്മാൻ്റെ കുട്ടി ഇങ്ങോട്ട് പോരാൻ നോക്കിട്ടോ എന്ന് ഉമ്മ പറയുമ്പോൾ അതുകൊണ്ട് സമാധാനം കണ്ടെത്തും. ചെയ്യുന്ന ബിസിനസ്സുകൾ ഓരോന്നായി തകർച്ചയിലേക്ക് എത്തിയതോടെ ജ്യേഷ്ഠൻ ജമാൽ വന്ന് നാട്ടിലേക്ക് പോകാൻ പറഞ്ഞു. ഷാഫി, ഇയ്യേ നാട്ടിലേക്ക് പോ, എനിക്കിപ്പോൾ കുറച്ച് റെസ്റ്റൊക്കെ വേണം. ഈ ഇങ്ങനെ ആവശ്യമില്ലാതെ ഇപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ ഒന്ന് നാട്ടിലൊക്കെ പോയി ഒന്ന് മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്കി വാ, ഇവിടെ എന്നാലേ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ് അവനെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ വർഷം 1 കഴിഞ്ഞു. വീണ്ടും വിവാഹകാര്യങ്ങൾ വർഷം 1 കഴിഞ്ഞതോടെയാണ് ചിന്തയിലേക്ക് വരുന്നത്. ഇതിനിടയിൽ ഫെബിനയുടെ കല്യാണം കഴിഞ്ഞത് വീട്ടുകാർ അറിഞ്ഞിരുന്നെങ്കിലും ഷാഫിയോട് പറഞ്ഞിരുന്നില്ല. പക്ഷേ ഒരു വിവാഹത്തിന് പോയ സമയത്ത് അടുത്തൊരു കൂട്ടുകാരൻ മുഖേന അവളുടെ വിവാഹം കഴിഞ്ഞത് ഷാഫി അറിഞ്ഞു. ഒരു കുഞ്ഞുള്ള 2ാം കെട്ടുകാരനായ പണക്കാരനെയാണ് കിട്ടിയത് എന്നറിഞ്ഞപ്പോൾ തൻ്റെ ജീവിതം നശിപ്പിക്കാൻ അവളുടെ ഉമ്മ വെച്ച കടയിൽ മകളും കുടുങ്ങിയെന്ന് മനസ്സ് ഓർമ്മിച്ചു. അവളിപ്പോൾ അയാളുടെ കൂടെ വിദേശത്താണെന്നും സുഹൃത്ത് പറഞ്ഞു. കൂടുതൽ ചോദിക്കാൻ നിൽക്കാതെ വീട്ടിൽ വന്നപ്പോൾ ഉമ്മയോട് സുഹൃത്ത് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് ഉമ്മ അവരറിഞ്ഞ വിവരം പറയുന്നത്. തന്നെ വേദനിപ്പിക്കലെന്ന ഉദ്ദേശത്തോടെ പറയാതെ ഇരുന്നതാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ആ വിഷയം അവിടെ അവൻ ഉപേക്ഷിച്ചു. അവളുടെ വിവാഹം കഴിഞ്ഞ് ഞാനറിഞ്ഞാൽ എനിക്ക് വിഷമം വരുമെന്ന് ചിന്തിക്കുന്ന വീട്ടുകാരോട് കൂടുതലൊന്നും അവൻ പറഞ്ഞില്ല. അവളുടെ കല്യാണം കഴിഞ്ഞാൽ തനിക്കെന്താണ്, അവൾ വേറെ കല്യാണം കഴിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്നിട്ട് കെട്ടുന്നവനും അവൻ്റെ കുടുംബവും മനസ്സിലാക്കണം എന്തിനാണ് ഞാൻ അവളെ ഒഴിവാക്കിയത് എന്ന്. ആദ്യത്തെ മാസങ്ങളിൽ അവൾ എത്രയൊക്കെ നല്ലതുപോലെ അഭിനയിക്കാൻ ശ്രമിച്ചാലും സ്വന്തം രക്തത്തിലുള്ള സ്വഭാവം മാറ്റാൻ ആർക്കും കഴിയില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ അയാൾ അറിയും, ഉറപ്പാണ്. വിവാഹം കഴിക്കാൻ വീണ്ടും ഒരുങ്ങിയതോടെ പല ബന്ധങ്ങളും പറഞ്ഞ ആളുകൾ വന്നെങ്കിലും ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് ഷാഫി ഒഴിവാക്കുകയായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞാണ് വിവാഹകാര്യങ്ങളെക്കുറിച്ച് ഉപ്പ വന്ന് സംസാരിക്കുന്നത്. അല്ല ഷാഫി, ഈ ഇങ്ങനെ
കഴിഞ്ഞതും ആലോചിച്ച് നടക്കില്ലേ? 1 വർഷം കഴിഞ്ഞില്ലേ മോനെ? ഞാനേ നാളെ എൻ്റെ അറിവിലുള്ള ഒരാളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. നീ ഒന്ന് പോയി കണ്ടു നോക്ക്, എന്നിട്ട് നമുക്ക് നോക്കാം. ഷാഫി അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. പിറ്റേന്ന് ഉപ്പയുടെ സ്നേഹിതൻ വന്നപ്പോൾ അയാളുടെ കൂടെ പോയി പെണ്ണ് കണ്ടു. ആ കുട്ടിയുടെ ആദ്യത്തെ കല്യാണമാണ് എന്ന് കൂടെ വന്ന ആൾ പറഞ്ഞതും ഷാഫി പറഞ്ഞു, 10-15 മിനിറ്റ് ഒരു പെൺകുട്ടിയോടെ എൻ്റെ റൂമിൽ വെച്ചൊന്ന് സംസാരിച്ചതിന് മഹർ കൊടുത്ത ആളാണ് ഞാൻ. അല്ലാതെ ഫസ്റ്റ് കല്യാണം കഴിച്ച് 1 വർഷം ഞങ്ങൾ ജീവിച്ചിട്ടില്ല. എൻ്റെ 2ാമത്തെ കല്യാണമാണെന്നേ ഉള്ളൂ. അപ്പോൾ അയാൾ പറഞ്ഞു, സാരമില്ല, ഞാനേ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല കേട്ടോ. ആൺകുട്ടികളെ മഹർ തിരിച്ചു കൊടുത്തു എന്ന് പോലും ആളോട് ചോദിക്കില്ല. കല്യാണം മുടങ്ങിയ കേസാണെന്ന് മാത്രമേ നോക്കൂ. മിഠായി കൊടുത്ത് മുടങ്ങിയ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ്റെ പെണ്ണ് നോക്കി കിട്ടാഞ്ഞിട്ട് ലാസ്റ്റ് അവൻ കിട്ടിയത് കല്യാണം കഴിഞ്ഞ് 6 മാസം കൂടെ നിന്നൊരു കുട്ടിയാണ്. ഫെബിനയുടെ ഉമ്മ ചെയ്ത കുരുട്ടുബുദ്ധി ആദ്യമേ മനസ്സിലാക്കിയത് കൊണ്ട് കൂടുതലൊന്നും അയാളോട് ഷാഫി പറഞ്ഞില്ല. കൂടുതൽ വൈകാതെ പെണ്ണ് കണ്ടു. കുട്ടിയെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. പതിവ് പോലെയുള്ള സംസാരങ്ങൾ മാത്രം. പേരെന്താ? എത്ര വരെ പഠിച്ചു? മദ്രസയിൽ എത്ര വരെ പോയി? എന്നോട് എന്തെങ്കിലും ചോദിക്കാണ്ടോ? അവൾ ഒന്നും ചോദിച്ചില്ല. വീട്ടുകാരെ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് പോന്നതാണ്. അന്ന് വൈകിട്ട് പെൺകുട്ടിയുടെ വീട്ടുകാർ വിളിച്ചു പറഞ്ഞു അവർക്ക് ഈ ബന്ധം വേണ്ടെന്ന്. അന്ന് വീട്ടിൽ എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ ബന്ധം വേണ്ടെന്ന് പറയാനുണ്ടായിരുന്ന കാരണം ചോദിച്ച് ഉമ്മയോട് ഉപ്പ പറഞ്ഞു. എന്താ അറിയില്ല, അവർക്ക് ഈ അന്വേഷണത്തിൽ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് അറിഞ്ഞത്. അടുത്തിരിക്കുന്ന ഷാഫി ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, സമയമാവാതെ ഒന്നും നടക്കില്ല. നമുക്ക് വിധിച്ചതേ കിട്ടൂ. ആദ്യത്തേത് നമ്മൾ പെടാനുള്ളതായിരുന്നു, അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് നടന്നു. ഇതിപ്പോൾ മുടക്കാൻ ആളുകളും ഇഷ്ടം പോലെയുണ്ട്. എന്നാലും ഈ ആളുകൾക്ക് നിൻ്റെ കല്യാണം മുടക്കിയിട്ട് എന്ത് കിട്ടാനേ? ഒരാളോട് പോലും വൈരാഗ്യമില്ലാത്ത എൻ്റെ മോൻ്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ മറ്റുള്ള കുട്ടികളുടെ അവസ്ഥ പറയണോ? ആ ഉമ്മ, ആളുകൾക്ക് ചിലർക്ക് കല്യാണം മുടക്കൽ ഒരു രസമുള്ള ഏർപ്പാടാണ്. അത് മാറ്റുവാനൊന്നും ആർക്കും കഴിയില്ല. പിന്നെ എൻ്റെ കാര്യത്തിൽ അവളുടെ വീട്ടുകാർ പറഞ്ഞു വരുത്തിയ കാരണങ്ങൾ മാത്രമല്ലേ എല്ലാവർക്കും അറിയൂ. നമ്മൾ പറയുന്ന യഥാർത്ഥ കാരണങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ ഉമ്മ? എല്ലാവരും പറയുന്നത് അവൾ അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ഞാനെല്ലാം കേട്ട് ക്ഷമിച്ച് നിൽക്കണമെന്നായിരുന്നു. നമ്മുടെ കുടുംബക്കാർ വരെ അങ്ങനെ പറയുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എന്താണ് നടന്നതെന്ന് ഇവിടെയുള്ള നമ്മൾ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. എല്ലാവർക്കും പലതും പറയാലോ. സാരമില്ലമ്മ, എനിക്കൊരു ദുഃഖവും ഇല്ല. പഠിച്ചവന് എന്നെ ഇങ്ങനെയൊക്കെ പരീക്ഷിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഞാനത് നേടിയെടുക്കുക തന്നെ ചെയ്യേണ്ടി വരും. നമ്മുടെ നാട്ടുകാരിൽ ചിലർ അവളുടെ വീട്ടുകാർ പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞത് അവരുടെ കുറച്ച് കുടുംബങ്ങൾ ഈ ഭാഗത്തുണ്ട്, അവരിലൂടെ ആയിരിക്കും. ഒരു കുട്ടിയെക്കുറിച്ച് ഒരാൾ പറഞ്ഞപ്പോൾ ഞാൻ നമ്മളെ അഡ്രസ്സ് കൊടുത്ത് അന്വേഷിക്കാൻ പറഞ്ഞു. ഓക്കെ ആണെങ്കിൽ പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ പോയി നോക്കി ഇഷ്ടപ്പെട്ടിട്ട് മുടങ്ങണ്ടല്ലോ എന്ന് കരുതിയിട്ട്. ഷാഫി പറഞ്ഞ പോലെ തന്നെ കാണാൻ പോകുന്നതിന് മുമ്പ് തന്നെ ആ ആലോചന മുടങ്ങി. ആ ബന്ധം കൊണ്ടുവന്നയാൾ മുടങ്ങിയ കാരണം പറഞ്ഞ് ഇവിടെ അടുക്കള ശരിയല്ലത്രേ. ചിരിച്ചുകൊണ്ട് ഷാഫി അപ്പുറത്ത് നിൽക്കുന്ന ജ്യേഷ്ഠന്മാരെ ഭാര്യമാരെ നോക്കി. പിന്നെ നിങ്ങളൊക്കെ ഭയങ്കര സ്ട്രോങ് ആണെന്നാണ് അടുക്കള ശരിയല്ല എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതാണ് ഈ കല്യാണം മുടങ്ങിയത്. ഇത് കേട്ടപ്പോൾ സുർമിയും വഫയും മുന്താസും പൊട്ടിച്ചിരിച്ചു. സുർമി പറഞ്ഞു, ഞങ്ങളല്ലെങ്കിലും ഇച്ചിരി സ്ട്രോങ് ആണ്. ഇവിടെ വന്നാൽ ഞങ്ങൾ റാഗിംഗ് ഒക്കെ നടത്തും. ഫെബിന പണ്ട് പറഞ്ഞ ഡയലോഗ് സുർമി കളിയാക്കി പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു, ഇവരെ പോലെയുള്ള കുട്ടികളെ കൂടെ ജീവിക്കാനും ആണൊരു ഭാഗ്യം. എന്നാലേ ഇങ്ങോട്ട് എല്ലാവർക്കും വരാൻ പറ്റുള്ളൂ. ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയട്ടെ ഉമ്മ. ഇനിയിപ്പോൾ ഈ പറഞ്ഞു നടക്കുന്നവരുടെയൊക്കെ വീട്ടിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ അപ്പോഴും കുറ്റം എനിക്കായിരിക്കും എന്ന് പറഞ്ഞ് ഷാഫി എഴുന്നേറ്റു. അപ്പോൾ ഉപ്പ പറഞ്ഞു, ഏതായാലും നമുക്ക് അടുത്തത് നോക്കാം. ഒന്നില്ലെങ്കിൽ ഒന്ന് നിനക്ക് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ പഠിച്ചോൻ വിധിച്ചത്. ഷാഫി മറുപടി ഒന്നും പറഞ്ഞില്ല. പിറ്റേന്ന് മുതൽ പെണ്ണ് കാണാൻ പോകുന്നത് ഒരു ചടങ്ങായി. കുടുംബക്കാർ, സുഹൃത്തുക്കൾ, നാട്ടുകാർ, ബ്രോക്കർമാർ, അങ്ങനെ പലരുടെയും കൂടെ പോയി ഒരുപാട് കണ്ടു. പലതും മനസ്സിനിണങ്ങിയ ബന്ധങ്ങൾ ആയിരുന്നെങ്കിലും വിവാഹത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ മുടങ്ങിക്കൊണ്ടിരുന്നു. എന്തുകൊണ്ടാണ് മുടങ്ങുന്നതിന് കാരണം എന്ന് മനസ്സിലാക്കാൻ ഷാഫിക്കോ അവൻ്റെ കുടുംബത്തിനോ കഴിയുന്നുണ്ടായിരുന്നില്ല. നാട്ടുകാർ മുടക്കുന്നു എന്ന വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ അവരെ കൊണ്ട് നിർബന്ധിക്കുന്ന പദ്ധതികൾ പിന്നിലുണ്ടെന്നും അവർ അറിയുന്നില്ലായിരുന്നു. എല്ലാം നേരത്തെ കാണുന്ന സുറുമിയുടെ ചിന്തകൾക്ക് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത വിധം ആരൊക്കെയോ കരുക്കൾ നീക്കിയിരുന്നു.
നിർഭാഗ്യവശാൽ ഷാഫിയും കുടുംബവും അനുഭവിക്കുന്ന അവസ്ഥകൾ കണ്ടാൽ മനസ്സിലാക്കാനും അവർക്ക് പറഞ്ഞു കൊടുക്കാനും കഴിയുന്ന ഒരാൾ വരാനുണ്ടെന്ന കാലത്തിന് പോലും അപ്പോൾ അറിയില്ലായിരുന്നു. പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് ഒരുപാട് ഇഷ്ടപ്പെട്ട പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് സ്നേഹിതൻ്റെ കുടുംബത്തിൽ നിന്നും കണ്ട പെൺകുട്ടി. ഒരു സ്കൂളിൻ്റെ പിറകിലായിരുന്നു ആ കുട്ടിയുടെ വീട്. വൈകുന്നേരം സ്കൂൾ വിടാനായ സമയത്താണ് പെണ്ണ് കാണാൻ ചെല്ലുന്നത്. വീടിൻ്റെ മുന്നിലുള്ള സ്കൂളിൽ നിന്നും കുട്ടികളുടെ കോലാഹലങ്ങൾക്കിടയിൽ ഒരു പെണ്ണ് കാണൽ. അവൾ ഏതോ കോളേജിൽ പഠിക്കുകയാണ്. വീട്ടിലേക്ക് ചെന്നപ്പോൾ അവൾ എത്തിയിട്ടില്ല. കൂട്ടുകാരനായ കമാലിൻ്റെ ഒരു ബന്ധു വഴി വന്ന ആലോചനയാണ്. അവൾ വരുന്നതും കാത്ത് വീടിനോട് ചേർന്നുള്ള റോഡിൽ കമാലിൻ്റെ കൂടെ ഓരോന്ന് സംസാരിച്ചെങ്ങനെ ഇരുന്നു. അവൾ തങ്ങളുടെ മുന്നിലൂടെ വരുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ പെണ്ണ് കാണാൻ ആരോ വന്നിട്ടുണ്ടെന്ന് അവൾ അറിഞ്ഞു. അതുകൊണ്ടാവണം അവൾ വീടിൻ്റെ പിറകിലൂടെയായിരുന്നു വന്നത്. നല്ലൊരു അന്തരീക്ഷം. ഷാഫി പെണ്ണ് കാണാൻ പോകുമ്പോൾ പെണ്ണിൻ്റെ വീട് നിൽക്കുന്ന ഭാഗങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു. സ്വപ്നം കണ്ടിരുന്നത് പാടങ്ങൾ നിറഞ്ഞ സ്ഥലത്ത് വീടുള്ള ഒരു വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടണമെന്നായിരുന്നു. ആഗ്രഹങ്ങൾ അങ്ങനെ എത്രയാണ് ഉണ്ടായിരുന്നത്. എല്ലാം ഇപ്പോൾ ഇല്ലാതായില്ലേ. ഒന്നും ഇപ്പോൾ ആലോചിച്ചിരുന്ന് നിറം കൊടുക്കാറില്ല. ആഗ്രഹിച്ചതും ഒന്നല്ലല്ലോ നടക്കുന്നതും നടന്നതും. ഓരോന്ന് ആലോചിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് കുട്ടി വന്നിട്ടുണ്ടെന്ന് കമാലിൻ്റെ മൊബൈലിലേക്ക് വീട്ടുകാർ വിളിച്ചു പറയുന്നത്. കമാലിൻ്റെ കൂടെ ആ വീട്ടിലേക്ക് ചെന്നു. അവളെ ഇഷ്ടപ്പെടാനുണ്ടായ കാരണം നടന്നത് അവളോട് സംസാരിക്കാൻ വേണ്ടി റൂമിലേക്ക് ചെന്നപ്പോഴാണ്. കോളേജിൽ നിന്നും വന്ന അതേ യൂണിഫോമിലാണ് അവൾ ചായയുമായി മുന്നിലേക്ക് വന്നത്. അത് കണ്ടപ്പോൾ തന്നെ പകുതി ഇഷ്ടമായി. സംസാരിക്കാനായി റൂമിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ അവളുടെ ഉമ്മ പതുക്കെ വന്ന് വാതിൽ ചാരിയത് ശ്രദ്ധിച്ചു. മുന്നിൽ കൈകെട്ടി നിൽക്കുന്ന അവളോട് ഷാഫി സംസാരിക്കാൻ തുടങ്ങി. എന്താ തൻ്റെ പേര്? അവൾ മെല്ലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഷഹനാസ്. പഠിക്കുന്നതൊക്കെ അവൻ അവളോട് ചോദിച്ചു. ഇനിയും എന്തൊക്കെയോ ചോദിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ കഴിയുന്നില്ല. അപ്പോഴാണ് അവളെ ഇങ്ങോട്ട് ചോദിച്ചത്. അല്ല, നിങ്ങളെ പേരെന്താ? എൻ്റെ പേര് ഷാഫി. അവൾ പെട്ടെന്ന് മനസ്സിലേക്ക് കയറിയതുപോലെ കൂടുതൽ ചോദിക്കാതെ അവളുടെ കൈകളിൽ കണ്ട മൈലാഞ്ചിയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. കുറച്ച് മിനിറ്റുകൾ രണ്ടുപേരും ഒന്നും പറയാതെയും ചോദിക്കാതെ നിന്നപ്പോൾ അവൾ ചോദിച്ചു മെല്ലെ, അല്ല, ഇങ്ങക്കെന്താ ഇത്രക്ക് ടെൻഷന്? ഒട്ടും പ്രതീക്ഷിക്കാതെ അവൾ അങ്ങനെ ചോദിച്ചതും എന്ത് മറുപടി പറയണമെന്നറിയാതെ ഷാഫി പുഞ്ചിരിച്ചു. പെണ്ണ് കാണാൻ വന്നതല്ലേ, അതിൻ്റെ ആയിരിക്കും. പക്ഷേ നിങ്ങളെ മുഖത്ത് ഇപ്പോഴത്തെ ടെൻഷനല്ലല്ലോ കാണുന്നത്. തൻ്റെ മനസ്സ് വായിച്ചതുപോലെയുള്ള വാക്കുകൾ. ഷാഫിയുടെ നെഞ്ചെടുപ്പ് കൂടുന്നുണ്ടായിരുന്നു. പക്ഷേ അവനൊന്നും മറുപടി പറയാൻ കഴിഞ്ഞില്ല. തൻ്റെ അവസ്ഥ വീണ്ടും മനസ്സിലാക്കി അവൾ ചിരിച്ചുകൊണ്ട് വിഷയം മാറ്റി. എന്നോട് ഇനിയൊന്നും ചോദിക്കാല്ലേ എന്ന് ചോദിച്ചതും അവൻ ഇല്ലെന്ന് തലയാട്ടി പുറത്തേക്കിറങ്ങി. വീട്ടിലുള്ളവരോടൊക്കെ യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ അവളുടെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയതും തന്നെ ഇഷ്ടപ്പെടുന്ന സന്തോഷം ആ മുഖത്ത് കാണാമായിരുന്നു. പിറകിൽ തന്നെ മാത്രം നോക്കി നിൽക്കുന്ന അവൾ, അടിമുടി നോക്കി പോയി വാ എന്ന മട്ടിൽ ഇരിക്കുന്ന അവളുടെ പ്രായമായ വല്യമ്മ. മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നി ഷാഫിക്ക്. ആരോടും പറയാതെ മാസങ്ങളായി അനുഭവിക്കുന്ന ദുഃഖങ്ങൾ ഒറ്റ നോട്ടത്തിൽ അവൾ മനസ്സിലാക്കിയിരിക്കുന്നു. വണ്ടിയിലിരിക്കുമ്പോൾ അവളെക്കുറിച്ചായിരുന്നു ചിന്തകൾ. ഇവളെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, അല്ലാ, ഇവളെ എനിക്ക് തന്നിരുന്നെങ്കിൽ. പക്ഷേ വിധി വേഷം മാറി കൂടെ ഉണ്ടാകുമോ എന്നും ഭയന്നുകൊണ്ട് മനസ്സുകൊണ്ട് ദുആ ചെയ്തു. മണ്ണിൽ നിന്നും തൻ്റെ പടപ്പുകൾക്ക് ജീവൻ നൽകിയ ഇലാഹേ, അവർക്ക് അനുയോജ്യമായ ഇണകളെ നൽകാൻ ആർക്കുമില്ലാത്ത അധികാരമുള്ള യാ റബ്ബ്, ഈ കുട്ടി എനിക്ക് ഖൈറാണെങ്കിൽ എൻ്റെ നോവുകളുടെ വേനൽക്കാലത്ത് മഴയായി പെയ്തിറങ്ങാൻ ഇവൾക്ക് കഴിയുമെങ്കിൽ മാത്രം ഇവൾക്ക് മഹർ നൽകാൻ എനിക്ക് നീ വിധിയേകണേ അല്ലാ. വീട്ടിലെത്തി പുറത്തേക്കിറങ്ങിയില്ല. മാസങ്ങൾക്ക് ശേഷം ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച പോലെയുള്ള ഒരു കുട്ടിയെ കണ്ടിരിക്കുന്നു. എല്ലാവരും രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞ് വിവാഹം കഴിഞ്ഞ് മുടങ്ങിയ കുട്ടികളുടെ ബന്ധങ്ങൾ കൊണ്ടുവന്നതിൽ പല കാര്യങ്ങളും മുടക്കിയപ്പോൾ കമാൽ വഴി വന്ന ആലോചനയാണിത്. അവളുടെ ആദ്യത്തെ വിവാഹമാണ്. അവർ വിളിക്കാമെന്ന് പറഞ്ഞതായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞിട്ടും വിളിക്കാഞ്ഞത് കണ്ടപ്പോൾ കമാലിനോട് ഒന്ന് അങ്ങോട്ട് വിളിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ദൂരം കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ നടക്കില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ കമാൽ പറഞ്ഞു, അതാരും മുടക്കിയതാണ് ഷാഫി. 10 മിനിറ്റ് യാത്ര ഉള്ളതാണ്, ഇത്രക്ക് ദൂരം കൂടുതൽ. അതറിഞ്ഞപ്പോൾ തനിക്ക് ഖൈറല്ലാത്തതായിരിക്കുമെന്ന് ചിന്തിച്ച് അതും മനസ്സിൽ നിന്നും ചീന്തിയ പേജുകളിൽ ഒന്നായി അവൻ മാറ്റി.
പക്ഷേ സഹിക്കാൻ കഴിയാത്ത വേദന അനുഭവപ്പെട്ടത് മറ്റൊരു കാര്യം കൂടി അറിഞ്ഞപ്പോഴായിരുന്നു. ഇഷ്ക് തിരഞ്ഞേ അലമകയും ദിക്ക് മുഴുവൻ ഞാനിന്നലഞ്ഞേ വിള്ളൽ വീണിടും പുള്ളുനിലമാം ഉള്ളിനുള്ളിലായി തുള്ളിക്കിഴിഞ്ഞേ മഴ മാറി നിന്ന് മരുവായി തീർന്ന് മനതാരിനടിയിൽ പൊടിയുന്ന സംസം മഴ മാറി നിന്ന് മരുവായി തീർന്ന് മനതാരിനടിയിൽ പൊടിയുന്ന സംസം. അപ്പോൾ ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അസ്സലാമു അലൈക്കും.